ദശകം 3 ശ്ലോകം 9. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവത്സ്നേഹി സോഹം സുബഹുപൈതപ്യേച്ഛ കിമിദം അകീർത്തിസ്തേ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഛടിതി കുരു മാം കംസദമന. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചഃ പ്ലസ് അപി പരാഞ്ചോപി സുഖിനഃ ഭവത്സ്നേഹി സഹ പ്ലസ് അഹം സോഹം സുബഹു പരിതപ്യേ ച കിമിദം. സുബഹു പരിതപ്യേ ച കിം ഇദം കിമിദം. അകീർത്തിഃ പ്ലസ് തേ അകീർത്തിസ്തേ മാ ഭൂത് വരദ മാ ഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഛടിതി കുരു മാം കംസദമന. ഭക്തി വർദ്ധിക്കാനായിട്ട് കരുണയുണ്ടാകണം എന്ന് ഇത്രയും ശ്ലോകങ്ങളിൽ പറഞ്ഞു. 9ാമത്തേതിൽ എത്തുമ്പോൾ ഗുരുവായൂരപ്പനോട് പറയാണ്, ഗുരുവായൂരപ്പ, എൻ്റെ രോഗം മാറ്റിയില്ലാച്ചാൽ അങ്ങയ്ക്ക് ദുഷ്കീർത്തി ഉണ്ടാകും എന്നുവരെ പറഞ്ഞു. അകീർത്തിസ്തേ മാ ഭൂത് മരുദ്ഗേഹാധീശ ത്വയി പരാഞ്ചഃ അപി സുഖിനഃ ഖലു. ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങയുടെ പേരിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും സുഖമായിരിക്കുന്നു. അതായത് ഭഗവത് ഭക്തി ഇല്ലാതെ ഇരിക്കുന്നവർ പോലും സുഖമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭവത് സ്നേഹി സഹ അഹം, അവിടുത്തെ ഭക്തനായ ഈ ഞാൻ, സുബഹുപരിതപ്യേ ഇതം കിം, വളരെയധികം സങ്കടപ്പെടണു, വിഷമിക്കണു, ബുദ്ധിമുട്ടണു. എന്തതെങ്ങനെ? വരദ കംസദമന, കംസനെ ഹനിച്ചവനായ ഭഗവാനെ, എല്ലാവർക്കും എല്ലാ വരങ്ങളും നൽകുന്ന ഭക്താഭീഷ്ടനായ ഭഗവാനെ, അകീർത്തി മാ ഭൂത്, നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാകും. എങ്ങനെ? ഗദഭാരം പ്രശമയൻ മാം ഛടിതി, വേഗം ഈ രോഗമൊക്കെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭവത് ഭക്തോത്തംസം കുരു. ഇപ്പോൾ ഭഗവാനെ ഭജിച്ചിട്ടും അസുഖങ്ങൾ മാറിയില്ല, ദുഃഖങ്ങൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ആരും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരില്ല. അപ്പം അതുകൊണ്ട് വരദ, പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും ഒക്കെ രക്ഷിച്ചതുപോലെ, കംസദമന, കംസനെ നിഗ്രഹിച്ചതുപോലെ എൻ്റെ രോഗങ്ങളെ അനുഗ്രഹിക്കൂ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ശ്ലോകത്തോടു കൂടി തൻ്റെ ഈ ആവലാതി പറച്ചിൽ നിർത്തുകയാണ്, അവിടെ ഉപസംഹരിക്കുകയാണ്. കിമുക്തൈഹി ഭൂയോഭിഹി തവഹി കരുണായാവതുദിയാതഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് എന്താ? ഭൂയോഭിഹി ഉക്തൈഹി കിം, കുറേയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭക്താഭീഷ്ടങ്ങളെ നൽകുന്ന ഭഗവാനെ, അങ്ങയുടെ കരുണയുണ്ടാകണം. ഞാൻ എൻ്റെ ഈ അവലാതി പറയലൊക്കെ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ സ്തുതിച്ച് ഞാനിനി ഭജനം ചെയ്യാം. അപ്പം ഇവിടെ ഭക്തിയും രോഗവും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയാം. അതിൽ ഭക്തി വിജയിച്ചു എന്ന് തന്നെ പറയാം. ഞാനിനി ഭക്തിയിൽ ഭഗവാനെ ഭക്തിപരമായിട്ട് സ്തുതിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അതായത് ഭഗവത്ഗീതയിൽ 4 തരത്തിലുള്ള ഭക്തന്മാരെ പറയും. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. അതിലിവിടെ ആർത്തൻ, എനിക്ക് വേണം വേണം, എനിക്ക് തരൂ തരൂ എന്ന് ചോദിക്കുന്ന തരത്തിൽ എപ്പോഴും ആദ്യം ഭഗവാന്റെ അടുത്ത് വന്നെത്തുന്നത് അങ്ങനെയായിരിക്കും. ഭഗവാനെ, എനിക്കിത് വേണം, മകളുടെ കല്യാണം കഴിയണം, മകൻ്റെ കല്യാണം കഴിയണം, മക്കൾ പഠിക്കണം, ജോലിയാകണം,
അവർക്ക് കുട്ടികളാവണം. ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വരും. കുറേ കഴിയുമ്പോൾ ചോദിക്കാനൊന്നുമില്ല, ഭഗവാൻ മതി, ഭഗവാനെ തന്നെ സദാ വിചാരിച്ചിരിക്കുക എന്നുള്ളതായിരിക്കും പിന്നീട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ 3 ദശകങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തെ ചുരുക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ്.